ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ആസാമിൽ ഗുവാഹട്ടിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് സിലിഗുരി എത്തണം. സിലിഗുരി, ആസാം, ഗുവാഹട്ടി ഇതൊക്കെ സിലിഗുരി, ഗുവാഹട്ടി ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയ റൂട്ടാട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അധികം വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വേഗം ഒന്ന് പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് സിലിഗുരിയിൽ നിന്ന് നമ്മൾ നേരെ ബീഹാർ കയറും. ബീഹാർ തൊട്ട് നമ്മൾ പഴയ പോലെ തന്നെ വീഡിയോ എല്ലാം എടുത്തായിരിക്കും നമ്മൾ താഴേക്ക് പോകുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ സ്ഥലം ക്ലിയർ ആയി. ഞാൻ അവിടെയും കൂടെ നായാ മതി. നാൻസി വണ്ടി ഓടിച്ച് അവിടെ ഇരുന്നുണ്ട് ഒരു 1/2 മണിക്കൂറോളം ഏകദേശം ഇങ്ങനെ കുത്തിയിരിക്കണം കേട്ടോ. അതാണ് നമുക്ക് മൈലേജിന്റെ ഇതിലൊരു ചെറിയ വേരിയേഷൻ വരുന്നത്. കാരണം ഹീറ്റർ ഇട്ടിട്ടാണ് ഈ ഇരിക്കുന്നത്. വിത്ത് AC ഉണ്ടല്ലേ. ഇതിട്ടിട്ട് ഇരുന്നെങ്കിൽ ഇത് റെഡി ആവുള്ളൂ. ഫുള്ള് ലേഡി സ്റ്റാഫ് ആട്ടോ. ചേച്ചിമാരൊക്കെ ഇങ്ങനെ എണ്ണ ഇടിക്കുന്നു, കുറച്ചു നേരം ഇവിടെ ഇങ്ങോട്ട് നടക്കുന്നു, കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നടക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള പമ്പുകളിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ലേഡി സ്റ്റാഫാ. പോവാം നമുക്ക് വല്ല ഇതൊന്നും കഴിഞ്ഞോട്ടെ, അല്ലാണ്ട് ഞാൻ വിടൂല. ഗ്ലാസ് ക്ലീൻ ആണോ? ഇനി ഒരു 1/2 മണിക്കൂറും കൂടി ഇരുന്നാൽ മതി. നമ്മുടെ സമയം പോകുന്നത് ഇങ്ങനെയൊക്കെ. ഇത് തുടയ്ക്കാൻ സംഭവം തുടച്ചു കഴിഞ്ഞാൽ തുണിയിലുള്ള ഇത് മൊത്തമായിട്ട് ഉള്ളു ഗ്ലാസ് മൊത്തം അലമ്പാവും. ഇതിങ്ങനെ അങ്ങോട്ട് റെഡിയായി പോവുകയാണെങ്കിൽ നല്ലതാ. പിന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ക്യാമറ. ഞാൻ ക്യാമറ ഒന്ന് ഓൺ ആയിക്കോട്ടെ. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറ. ഇതിപ്പോൾ കാണാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഈ സംഭവമാണ്. അതിൽ നമുക്ക് അടിയിൽ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡ് മാറ്റി കഴിഞ്ഞാൽ നോ വീഡിയോസ് ഏതാ ഇതാണ്. ഇതിപ്പോൾ റിവേഴ്സാണ്. ക്ലിയർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു സംഭവം. അതാ ഞാനത് ആരും എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ ആരെയും അങ്ങോട്ട് നിർബന്ധിക്കാത്ത അതാട്ടോ. ഞങ്ങൾ കുറെ ഇങ്ങോട്ട് ഓടി എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക്. അതെ. ഇതിലിപ്പോ ഞാൻ എന്നെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് കണ്ടാ. അപ്പൊ അങ്ങനെ ഇത് 3 ഇതാണ് വരുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റീൻ്റെ കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഇത് ധാരാളമാണ്. കാരണം എന്താ പറയുക, നമുക്ക് വണ്ടി ഓടുമ്പോഴൊക്കെ റെക്കോർഡാവും. അങ്ങനെ നമുക്കിത് ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ടാഗ് ചെയ്യാൻ നോക്കിയിട്ട് ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് വേഗം പോവാ. എന്താ ഇവൾക്ക് രാവിലെ അപ്പോൾ നമ്മളങ്ങനെ പമ്പിൽ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. ഇപ്പൊ രാവിലെ ഇന്ന് ഇച്ചിരി അധികം നേരത്തെ അല്ലേ നമ്മൾ സാധാരണ ഇറങ്ങുന്നതിനേക്കാളും? സമയം എന്തായി? 8:30 ആയോ? എന്നാൽ ഇവിടെ ചെറിയൊരു മൂടലും ഇതൊക്കെ ആയിട്ടാ നിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നും കാണുന്നില്ല. അതെ അതെ. നമ്മളേ ബീഹാർ വഴി പോണെന്ന് പറഞ്ഞില്ലേ, അന്നേരം ഉണ്ട് ഗൂഗിൾ മാപ്പിൽ ബീഹാറുമായിട്ട് യാതൊരു വഴിയും കാണിക്കുന്നില്ല. അല്ല നോക്കാം, നമ്മള് നാട്ടിലേക്കുള്ള റൂട്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുക. അപ്പൊ നാട്ടിലേക്കുള്ള റൂട്ട് ഇടുമ്പോൾ ഏതാണോ കാണിക്കുന്നത് അതിൽ നമ്മളങ്ങ് കേറുന്നു അല്ലേ. അതെ അതെ. കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ വന്ന വഴി തന്നെയാ, വെസ്റ്റ് ബംഗാൾ വഴി അല്ലേ. മറ്റേ വഴി അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഏതറിയോ, UP വാരണാസി വളഞ്ഞ് കുറച്ച് ദൂരം ഉണ്ട് അതിന്. അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അതെ. നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്കൂളിൽ ചേർക്കണം എന്നുള്ളതാണ്. അതായത് എത്രയും പെട്ടെന്ന് മാർച്ച് 1 ചെല്ലണം എന്നാണ് അവര്. മാർച്ച് 1 നാട്ടിലെത്തുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൊച്ചിനെ സ്കൂളിൽ ചേർക്കാം. അല്ലെങ്കിൽ പ്രശ്നമാവും. അതെ അതെ. അല്ലെങ്കിൽ തന്നെ കൊച്ചിനെ സ്കൂളിൽ വിടുന്നില്ല എന്നാണ് പരാതി. പ്രായമാവാത്ത കൊച്ചായതുകൊണ്ട് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവില്ല. പിന്നെ വേഗം കൊണ്ട് സ്കൂളിൽ ചേർക്കുന്നതാണ് നമുക്ക് നല്ലത്. അതെ. ചേട്ടേ, ഇപ്പൊ നമ്മുടെ മുന്നിലേ 100-110 വന്ന വണ്ടിയല്ലേ ഇത്. പോക്ക് കണ്ടപ്പോ തന്നെ തോന്നി ടയറൊക്കെ പൊട്ടി തെറിച്ചോ. എന്റെ പൊന്നെ, എന്തുവാടാ ഇവന്മാരൊക്കെ കാണിക്കുന്നത്. എന്തുമാത്രം മനുഷ്യന്മാരാന്നറിയോ. അത്ര ആൾക്കാർ വണ്ടിയിലിരിപ്പുണ്ട്. അതെ. എന്നിട്ട് അവൻ പോണ പോക്ക് നമ്മളിപ്പോ ഇങ്ങനെ മെല്ലെ പോകുമ്പോ ജസ്റ്റ് പുള്ളി ബേക്കിൽ വന്നിട്ട് ഞങ്ങൾ ഈ സൈഡായിരിക്കും പോകുന്നത്. അപ്പൊ ഇതിലേ വന്നിട്ട് നമ്മുടെ ബേക്കിൽ ഹോൺ അടിക്കുക. അപ്പൊ ഞാനിങ്ങനെ മാക്സിമം സൈഡാക്കി കൊടുക്കും, കയറി പൊക്കോട്ടെ.
എന്നിട്ട് ഫുള്ള് കോണ് മേടിച്ച് ഒരുമാതിരി അഹങ്കാരത്തിൽ കയറി പോയിക്കൊണ്ടിരുന്ന എന്താ സ്ഥിതി? ഇവന്മാരുടെ ഒക്കെ അഹങ്കാരം കാരണം ഉള്ളിലിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരുള്ള ബസ്സില് എല്ലായിടത്തും കണക്ക് തന്നെ. നമ്മള് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണ് ഈ വണ്ടികളുടെ ഈ പാച്ചിലൊക്കെ ഉള്ളത്. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാ. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ. എന്താ കുഞ്ഞാ ഇന്ന് നമ്മള് കുഞ്ഞാറ്റാന്റെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ ദിവസം. അതെ, പറ, എന്തൊക്കെ പറയാനുണ്ട് കുഞ്ഞാറ്റ ഒരു പാട്ട് പാട്. പാർക്ക് അത് സ്കൂളിന്റെ പാർക്ക്, അതിലൊന്നും കേറാൻ പറ്റില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചാലോ? എന്ത് പോവാ? അതിനൊരു പേരില്ലേ? മല്ലിക. മല്ലികയാണോ? ചെണ്ടുമല്ലി അല്ലല്ലോ. അല്ല, ചെണ്ടുമല്ലി തന്നെയാണല്ലോ. 98 രൂപ 70 പൈസ. 98 രൂപ 70 പൈസ. 89 രൂപ. കസാര, സൂപ്പർ കസാര. ഒന്ന് പോയേടി പെണ്ണെ, കസാര കീറി കിടക്കുന്ന ഒരു കസാര സൂപ്പറാണ്. ചേട്ടി, ഇവിടെ കത്തിയൊക്കെ വെച്ച് ഭീഷണി. അല്ല, മര്യാദക്ക് എന്നെ പുറത്തിറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കി കളയുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കാറ്റ് അടിക്കാട്ടോ. നമ്മള് കൊറേ ദിവസമായി കാറ്റ് അടിച്ചിട്ട് അല്ലേ? ഞങ്ങള് ശരിക്കും നമ്മൾ തന്നെയാണ് അടിക്കല്, പക്ഷെ ഇവിടെ കംപ്രസറൊക്കെ ഓഫ് ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ അതൊക്കെ ഓൺ ആക്കി സംഭവങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ട് വേണം അടിക്കാനായിട്ട്. ഏതാണ് നീ അത് കത്തിയായിട്ട് ഉപയോഗിക്കുന്നതോ? അങ്ങനെ പിന്നെയും റോഡ് പണി തുടങ്ങിയല്ലേ? സമാധാനമുള്ള റോഡ് പണിയാ. അതെ, മൊത്തം ബ്ലോക്ക് ആക്കുന്നില്ല. മാത്രല്ല മൊത്തം അങ്ങോട്ട് അലക്കോലമാക്കി ഇട്ടിട്ടല്ല റോഡ് പണി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട്. നമ്മളിപ്പോ അത്യാവശ്യം സ്പീഡിൽ പോകുന്നോണ്ടാണ് ഈ റൈറ്റ് ലൈൻ പിടിച്ച് പോകുന്നത് കേട്ടോ. അതെ, ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ഇതിന്റെ ഷോപ്പുകൾ ഉണ്ടല്ലോ ഏട്ടേ. എന്തിന്റെ? നമ്മുടെ ഈ ചൂരലിന്റെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു ചൂരൽ വാങ്ങിയാലോ? ചൂരല് വേണം. ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ചൂരൽ എന്തായാലും നമുക്ക് ആവശ്യമല്ലേ? അത്യാവശ്യമാണ്. ഒരു ചൂരല് വാങ്ങട്ടെ? ഒരു കുഞ്ഞു ചൂരല് മതി. ഇത് കണ്ടോ, ഭൂട്ടാനിലെ കാറാ. ഭൂട്ടാൻ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും കുറെ എണ്ണം കണ്ടായിരുന്നല്ലോ അല്ലേ? അവരിങ്ങ് കേറിയിട്ട് ഇവിടെ പോലീസുകാര് കൈ കാണിച്ച് നിർത്തുക വണ്ടികള്. അപ്പോഴൊന്നും അവര് നിർത്തുന്നില്ല, അവരങ്ങ് കേറി പോവാ. പിന്നെ ഭൂട്ടാനിൽ ഇപ്പൊ കേറിയിട്ട് ഞങ്ങള് ഇന്ത്യയിൽ വന്ന് എന്ത് ഫൈൻ കിട്ടാനാണ് ഞങ്ങൾ എന്താ ടെൻഷൻ അടിക്കുന്നേന്ന്. ഇവിടെ ലോറിക്കാരെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടമാരി ഉണ്ടല്ലേ. ഒരു സൈഡ് മൊത്തം നിർത്തിച്ചേക്കുക. എന്നിട്ടേ ഈ പിടിച്ചിട്ടേക്കുന്ന മാത്രല്ല, ഈ പിടിച്ചിട്ടിരിക്കുന്നതിന് മുൻഭാഗത്തായിട്ട് പോലീസുകാരോ പട്ടാളക്കാരോ പോലത്തെ ആൾക്കാർ തോക്കും പിടിച്ചിരിക്കുന്നുണ്ട്. ആസാം റെജിമെന്റ് അങ്ങനെയൊക്കെ പറയുന്ന അതായിരിക്കും. ഇവര് രാത്രി മാത്രമേ ഓടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? പാവങ്ങളല്ലേ, കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിട്ടാണ് ശരിക്കും ഇവര് പോകുന്നത് തന്നെ. നമുക്ക് തിന്നാനുള്ളതാണ് ഇതിനകത്തൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഇവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ നിയമ തടസ്സങ്ങൾ കാണുമായിരിക്കും. എന്തരോ ഉണ്ട്, എന്തരോ. പക്ഷെ എത്ര നേരമായിട്ടാണ് കണ്ടോ ഇങ്ങനെ സെയിം ക്യൂ പോലെ ഇട്ടേക്കല്ലേ. വരുന്നങ്ങളെ സൈഡിലേക്ക് ആക്കുന്നുണ്ട്. കുഞ്ഞുമാല. അവിടെ പോലീസ് നിൽപ്പുണ്ടല്ലോ. അയ്യോ ചേട്ടാ ചവിട്ടി. ഇപ്പുറത്തെ സൈഡിലല്ലേ? ഇവിടെ വണ്ടിയും കിടക്കുന്നുണ്ട് അവരുടെ. തടയോ കാത്തിനെ പിടിച്ചിട്ട് ചിലപ്പോ മറ്റേ അപ്പുറത്ത് മറ്റേ എന്താ പ്രധാനമന്ത്രി വന്നതിന്റെ എന്തോ ഉണ്ടല്ലോ, അതിന്റെ അല്ല ഇതെനിക്ക് തോന്നുന്നേ ഒരു ഇത്ര സമയത്തില് ടൗണ് കയറരുതെന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ടൗൺ ഇല്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ടൊരു ടൗൺ ഉണ്ടല്ലോ. ആണോ? നാലും കൂടി കവലയല്ലേ? അല്ല, ചെറിയൊരു ടൗണാ അത്. ആണോ? എന്തേലും ആട്ടെ. നീ ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇറക്കണോ? ഫുള്ള് പച്ചപ്പ്. വഴി കാണുമായിരുന്നെങ്കിൽ ഇറക്കായിരുന്നു. ഇതേ വഴിയുണ്ട്, പക്ഷെ അതിന്റെ അവിടെ നടുക്കൊരു വലിയ കുഴിയാ. ആണോ? വണ്ടി ഇറക്കാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതായിരിക്കും. കുഴികളിലൊന്നും നമ്മൾ ഇറങ്ങി വെറുതെ സമയം കളയണ്ട. അപ്പൊ നമുക്ക് ഇവിടുന്ന് തിരിയണോ? നമ്മള് റൈറ്റ് എടുത്ത് പോണം. ഒരു തണലല്ലേ? നടു റോഡായിപ്പോയല്ലേ? ഞാനൊരു 5 മിനിറ്റ് അവിടെ നിർത്തിയേ.
അങ്ങനെ ആസാമിലെ വീടുകളൊക്കെ ഇപ്പൊ കണ്ടു തുടങ്ങിയല്ലേ. പക്ഷെ ഈ ഒരു ആസാമിന്റെ ഒക്കെ ഒരു സൈഡ് നമ്മൾ കാണുമ്പോ കറക്റ്റ് ഒരു കേരള ഫീൽ അല്ലേ? അതെ അതെ അല്ലേ? പക്ഷെ ഇവരുടെ വീടുകളുടെ ശൈലി മാത്രമേ മാറ്റുള്ളൂ. അതെ, അതല്ല ഇവർക്ക് ഈ ആസാമിലെ കുറെ സ്ഥലങ്ങളിലേ ഇവര് മറ്റേ കുറ്റം പറയല്ല, നമ്മുടെ ബ്ലൗസ് ഇല്ലേ അത് ധരിക്കില്ല. ഗ്രാമങ്ങളിലുള്ള ഈ കുറച്ച് പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരവര് പ്രത്യേക രീതിയിലാണ് സാരി ഉടുക്കുന്നത്. ഞാൻ കൊറേ അവരെ കണ്ടു. പിന്നെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും എടുക്കുന്ന പരിപാടി ഇല്ല. ഇതെന്തോ പട്ടാളക്കാരുടെ എന്തോ ആണല്ലോ, വീഡിയോ എടുത്തായിട്ട് മേടിച്ചു കൂട്ടണ്ടോ അല്ലെ. അടുത്തടുത്ത് വീടുകളുണ്ട് അല്ലേ? വീട് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടേക്ക് കവുങ്ങും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങി. അതാ ഞാൻ പറഞ്ഞ കേരളത്തിന്റെ ഒരു ഇതാന്ന്. നമ്മുടെ നാട്ടില് വയനാട്ടിൽ ഇഷ്ടം പോലെ മലയും. അതെ, വെയിലാണോന്ന് മാത്രം നോക്കിയാൽ മതി. വെയിലുണ്ട്. മഞ്ഞല്ല, ഓറഞ്ചിനാണോ? സോറി, ഓറഞ്ച്. നമ്മുടെ മറ്റേ ഗ്രൗണ്ട് എത്താനായോ? നമ്മൾ അന്ന് ഇറങ്ങി കുക്ക് ചെയ്ത ഗ്രൗണ്ട്. അത് പൊളി ഗ്രൗണ്ട് ആയിരുന്നു. അത് ആസാമിൽ തന്നെയായിരുന്നല്ലോ. ആസാമില് അത് സിലിഗുരിക്ക് അടുത്താ. പക്ഷെ അതാണ് വേറെ പ്രശ്നം. സിലിഗുരി എത്താനായിട്ടില്ലല്ലോ. ജസ്റ്റ് 200 ചില്ലാനും കിലോമീറ്ററും കൂടെ ഓടിയാൽ മതി. സിലിഗുരി എത്തും. എവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. നമ്മൾ ഇന്ന് ശരിക്കും ഉഴപ്പിയാ വണ്ടി ഓടിക്കുന്നത്. നല്ല ഉഴപ്പാ, അടുത്തല്ലേ, ഭയങ്കര ക്ഷീണം. ഉഴപ്പോടെ ഉഴപ്പാ. ജിക്കിട്ടിയുടെ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഒളിച്ചിരുന്ന് എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. ഇവിടെയൊക്കെ കൂടുതൽ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, ഫിൽറ്റർ വെള്ളം. കാരണം ഇവിടുത്തെ വെള്ളങ്ങള് കലക്ക വെള്ളവും അങ്ങനെ കുടിക്കാൻ പറ്റില്ല, സത്ത് കൂടുതലുള്ള വെള്ളവും അങ്ങനെയൊക്കെയാണ്, പല പ്രശ്നങ്ങളുള്ള വെള്ളമാണ്. അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ആൻസി ബോൺഗായിഗോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയിലെ ചെറിയ സിറ്റി. അപ്പൊ നമ്മള് ഇതിലെ പോകാൻ നേരത്ത് ആസാമിൽ എത്തുമ്പോൾ നമ്മളോട് വിളിക്കണം എന്നും പറഞ്ഞ് നമ്മൾക്കൊരു അജ്മൽ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോ പുള്ളീനെ ഒന്ന് കണ്ടേച്ച് നമുക്ക് അങ്ങ് പോവാം. നമ്മൾ തിരിച്ചു പോകുന്നത് ഇന്നലെ ലൈവ് കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ നമ്മളെ വിളിച്ചു. വിളിച്ചു അങ്ങോട്ട് പോയപ്പോഴും വിളിച്ചു. പക്ഷെ നമ്മള് ഈ സ്ഥലം നമ്മൾ ഓർത്തില്ല. ഗുവാഹട്ടി എത്തുന്നതിന് മുമ്പ് പറയണമെന്നായിരുന്നു പറഞ്ഞത്. നമ്മള് പക്ഷെ ഗുവാഹട്ടി എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. അപ്പൊ നമ്മൾ പുള്ളിക്കൊരു വാക്ക് കൊടുത്തിരുന്നു, നമ്മൾ തിരിച്ചു വരുമ്പോ എന്തായാലും കണ്ടച്ച് പോവാന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് പുള്ളീന്റെ അടുത്തൊന്ന് പോയേച്ചു അങ്ങ് പോവാം അല്ലേ? കുഞ്ഞാറ്റ നല്ല ഉറക്ക. അത് പിന്നെ നമ്മൾ എവിടെ പോയാലും കുഞ്ഞാറ്റ നല്ല ഉറക്കായിരിക്കും. പിന്നെ എടുത്തോണ്ട് പോണം. അതെ, അത്യാവശ്യം വലിയ സിറ്റിയാ തോന്നുട്ടോ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ടൗണ് ഡോളിഗൗൺ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കിട്ടോ. തിരിഞ്ഞിട്ട് ഇനി കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് ചേട്ടനുള്ളത്. അതൊരു ഡോക്ടർ ആണെന്ന് തോന്നുന്നു. അതെ, ഡിആർന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഡോക്ടറാണ് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങനെ വലിയ സംസാരിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോ എന്തായാലും വിളിക്കണം, കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് പ്രൊഫഷൻ എന്താന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇതേ 3 തരണി മണികൾ വരുന്നു അല്ലേ? വായ്നോട്ടമാണോ മനസ്സിനൊരാനന്ദം. അത് ഭാര്യനെ തൊട്ടിപ്പുറത്ത് ഇരുത്തിയിട്ടാണ് ആലോചിക്കണം. എടി, ഭാര്യ ഇരിക്കുമ്പോ വായി നോക്കുന്നതിൽ തെറ്റില്ല. ഭാര്യ ഇല്ലാത്തപ്പോ നമ്മള് കള്ളത്തരത്തി നോക്കിയാലേ തെറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നല്ലോ. അറിയില്ലല്ലേ? പിന്നെ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോ ഒരു എന്റർടൈൻമെന്റ് വേണ്ട നമുക്ക്. അവിടെ വീഡിയോ എടുക്കുന്നത് ഞാനിട്ടോ ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് ഒന്നും ഒരു ബാധകല്ല. ഇരുട്ടാണോ? ചെറുതായിട്ട് ഉണ്ടോ? ഇതെന്തോ ഒരു സാധനം, ഒരു കച്ചവടം ചെയ്യുന്നതാണ്. അതിന്റെ അറ്റത്തൊരു വള്ളി ഉണ്ട്, ആ വള്ളി പിടിക്കണി. ഹായ്, താങ്ക് യു. താങ്ക് യു. യുവർ നെയിം പ്ലീസ്? ഉജ്വൽ. ഓക്കെ, നൈസ് നെയിം. അപ്പോൾ അതേ പുള്ളി പോവാണ്. ബൈ. താങ്ക് യു. അപ്പോൾ പുള്ളി പോകട്ടെ. ഞങ്ങളിത് എന്താ ഇവിടെ നിർത്തിയെന്നറിയാം. ഇത് നോക്കിയേ, ഇത് ഫുള്ള് മാങ്ങുമ്പോൾ പൂത്ത് ഇതൊക്കെ നോക്കി. അതിൻ്റെ ചോട്ടിലിട്ട് നമ്മുടെ ഒരു വീഡിയോ എടുത്തു. എന്താണ്? എന്തേ നീ അവിടെ എന്തിനാ ഒപ്പിക്കണേ മൈക്കും കുത്തിയിട്ട്? ബെസ്റ്റ്. അടുത്തടുത്ത് കുറേ വീടുകളുണ്ടല്ലേ? ഇപ്പൊ നമ്മളൊരു ശരിക്കൊരു വീടുകളൊക്കെ ഉള്ള ഗ്രാമത്തിന്റെ ഒരു ഫീൽ അല്ല. പക്ഷെ ഇതൊരു സിറ്റിന്റെ ഒക്കെ ഏരിയ ആയതുകൊണ്ട് ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല അല്ലെ? വലിയ വലിയ വീടാ, വലിയ വമ്പ വീടുകളാട്ടോ. ഇതെന്താണ് ഒരു ആടുജീവിതം റോട്ടിൽ കിടന്ന് കാണിക്കുന്നത്? റെസ്റ്റ് എടുക്കാൻ കിടന്നാടോ, റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കില്ല. ഇവിടെ ആ കുഞ്ഞാട് തന്നെയാണല്ലോ അല്ലേ? ഇവിടെ പൊക്കല്ലാത്ത ആട് തന്നെ. അയ്യടാ,
പക്ഷെ വയറൊക്കെ നിറഞ്ഞ് ഫുള്ള് ഫില്ലായിട്ട് ഇരിക്കുന്നത്. ലിച്ചിയാണോ അത്? ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സ് ഞങ്ങളൊക്കെ നിറച്ചുണ്ട്. മാവൊക്കെ കണ്ടില്ലേ എന്തോരം പൂത്താലേ നിൽക്കുന്നത്. മാവ് കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളി. നമ്മുടെ നാട്ടിലൊക്കെ കുറെ ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ നമ്മൾ ഇതിന്റെ അടിയിൽ നിർത്താൻ പറ്റുന്ന ഒരു അനുഭവം സൂപ്പർ ആദ്യമായിട്ടാ. അതൊരു അടിപൊളിയാ. നമ്മള് ചാനല് തുടങ്ങിയിട്ടേ അത് ആദ്യമായിട്ടാ. ഇവിടത്തേക്ക് വീടുകൾ സെറ്റപ്പ് ഒക്കെ കണ്ടോ? അതെ, കൊറേ വീടുകളുണ്ടല്ലേ അടുത്തടുത്തായിട്ട്. ഒരു വീട് തന്നെ 2 എണ്ണൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോ ക്വാർട്ടേഴ്സ് പോലെയൊക്കെ ആയിരിക്കാം. നമ്മുടെ വഴി തെറ്റിയാ? വല്യമ്മ നമ്മളെ കൊണ്ടേ ഇവിടെ കയറ്റി കാട്ടിക്കയറ്റി. വല്യമ്മ കാട്ടി കയറ്റുന്ന ലക്ഷണമുണ്ട്. വല്യമ്മക്ക് പിന്നെ അങ്ങനത്തെ ഒരു ശീലം പണ്ടേ നമ്മളെ കുടുക്കലൊരു ഹോബിയാണ്. ഒരുപാട് കുടുങ്ങലുകൾ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോ കൊറേയൊക്കെ നല്ല വഴി കാണിക്കുകയും ചെയ്യും. അത് വേറൊരു കാര്യം. എങ്ങനെയെങ്കിലൊക്കെ നമ്മളെ വളച്ചു കുത്തി അവിടെ എത്തിക്കും വല്യമ്മ. ഇവിടെയുള്ള ചേട്ടന്മാര് ദൈവമേ മാവേന്ന് ഉറുമ്പ് കയറിയൊന്നൊരു സംശയം. മേത്ത് ആണോ എന്തോ കടിക്കണത്. ഇതെന്തോ വലിയൊരു ഫാക്ടറി ആണല്ലോ. ഗ്ലാസ്സിലും എല്ലാം കാണുന്നുണ്ടോ? മൊത്തം പൊടിയാ, ഭയങ്കര പൊടിയാ. ഇവിടെ ഒന്നും കഴുകിയിട്ടും വലിയ കഥയൊന്നുമില്ല. പൊടി ഇച്ചിരി കൂടുതലാട്ടോ നമ്മൾ ഈ പ്രാവശ്യത്തെ യാത്രയില്. കഴിഞ്ഞ ട്രിപ്പിലൊന്നും ഇത്രയും പൊടിയില്ലായിരുന്നു. ഇതെന്താ മേളിൽ കൂടെ പോണെന്താ? എനിക്കറിയത്തില്ല. ഗൂഗിൾ അമ്മച്ചിയോട് ചോദിക്കാന്ന് വെച്ചാൽ അറിയാൻ സാധ്യത. നിർത്തിപ്പോയ ഫാക്ടറിയാണോ? അങ്ങനെ എന്തോ നിർത്തിപ്പോയതാ. ഇവിടെ കൊറേ വീടുകൾ കാണാം അല്ലേ? കുറേ ഉണ്ട്. അടുത്തടുത്ത് തന്നെയാണല്ലോ വീടുകളുണ്ട്. തുണിയൊക്കെ ഇവിടെ റോട്ടിലൊക്കെ കഴുകിട്ടേക്കണേ. വേറെ സ്ഥലം ഉണ്ടാവില്ല. നമ്മുടെ മറ്റേന്താ ആക്രിക്കട. ആക്രി മൊത്തം കസാരയാണല്ലോ. ആക്രി കസാരകളാന്ന് തോന്നുന്നല്ലേ മൊത്തം. ആ പിള്ളേരെ നീ കാണിച്ചോ? ഇല്ല. ഇത് പാത്രക്കടയാണല്ലോ. പിള്ളേര് വീഡിയോ വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഇനിയൊരു വീഡിയോ പോവാൻ എനിക്ക് വയ്യ. പാത്രങ്ങൾ നല്ല ഭംഗി അല്ലേ? പാത്രങ്ങൾ കണ്ടിട്ട് ഇത്ര ഭംഗിയുണ്ടെന്ന് പറയുന്ന ആദ്യത്തെ ഒരാള് ആൻസിയായിരിക്കും. അങ്ങനെയല്ല, പാത്രങ്ങള്. മകനെ വത്സ വണ്ടി ഇങ്ങോട്ട് വന്ന് ഇടിച്ചാണ്ടല്ലോ. സൈക്കിളാന്ന് ഞാൻ നോക്കൂല, എടുത്ത പറമ്പിലേക്ക് എറിയൂ. ഇവിടുത്തുകാരെല്ലാം കൂടിയല്ലേ. ഇവിടുന്ന് ഒന്ന് തിരിയണം. മുമ്പിലുള്ള വണ്ടി ഒന്ന് പോട്ടെ ചേട്ടാ. ചുമ്മാ ഓൺ അടിച്ചോണ്ടിരിക്കും. അല്ല, ഫ്രണ്ടിലെ വണ്ടിക്ക് പോവാനുള്ളൊരു ഗ്യാപ്പ് തരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മള് ഫ്രണ്ടിൽ ചവിട്ടിയത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. ആളെ കണ്ടിട്ടുണ്ട്. ഞങ്ങക്ക് വഴി തെറ്റിയോന്നൊരു പേടിയുണ്ടായിരുന്നേ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ വായ വിളിച്ച് മുള്ളോട്ട് നോക്കിക്കരുത്. ഇതിനെ വിളിച്ച് കഴിഞ്ഞപ്പോ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് വണ്ടി മുകളിലേക്ക് കയറ്റാവേ. അപ്പൊ ഇതാണ് നമ്മുടെ അജ്മൽ ഡോക്ടർ അല്ലേ? ഡോക്ടറാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുഞ്ഞാറ്റതേ ഉറക്കത്തിലാണ്. ഞാൻ വന്നില്ല എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് എത്തി. ഡോക്ടർ ഇവിടെ ഫുഡൊക്കെ ചെയ്തോണ്ടിരിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലൊക്കെ? അടുത്താണ്. പെരുമ്പാവൂര്, വയനാട്. അപ്പൊ അങ്ങനെ ചെറിയ കുളിയെല്ലാം പാസ്സാക്കിയല്ലേ? പുതിയ ഇത്രയും ഐറ്റംസ് ഉണ്ട്. കുറവാണ്. ബീട്രൂട്ട് തോന്നുന്നുണ്ട്. ഇതെന്ത് കറിയാ? സാമ്പാറല്ല, പരിപ്പ് കറി പോലെ. ഇത് ചിക്കൻ സല്ലാസ്. ഇത്രയൊക്കെ ഇത് നമുക്ക് കൂടുതലാണ്. അതെ, ഇത് ഞങ്ങൾക്ക് സദ്യയാണ്. ഞങ്ങള് ഒരൈറ്റം വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ തന്നെ വന്ന് കഴിക്കുമോ അതോ? കഴിക്കും. കുഞ്ഞാറ്റെ വാ. കുഞ്ഞാറ്റെ എന്തെങ്കിലും കുളിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ. വാ, ചോറിനാ വാടി. ഫോണ് കാണുന്നുണ്ട്, എല്ലാവർക്കും അറിയാം നീ ഫോണ് കാണുന്നുണ്ട്. നാണക്കേടാ, എല്ലാരും കൊച്ചിനെ കളിയാക്കും. ആസാമിലെ
നമ്മള് കൊറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, റോഡിലൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ആ സാധനം ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിഫറെന്റ് നെറ്റ് ഉണ്ട്. നാഗാലാൻഡിൽ പോവാണെങ്കിൽ വേറെ കളറിലായിരിക്കും. എല്ലാ ഈ നോർത്ത് ഈസ്റ്റ് ഫുൾ റീജിയൻസിനും ഉണ്ട്. ഇതാണല്ലേ ഇവരുടെ ഇതുപോലെ സാരി ഒക്കെ ഇല്ലേ ഇവിടുത്തെ ലേഡീസിന്? ഇവിടെ തന്നെ ആസാമി സിൽക്കും അതെല്ലാം ഉണ്ട്. ഫുഡ് ഇതേ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ നമുക്ക് ബാക്കിയുള്ളത് മൊത്തം നമുക്ക് പാർസൽ രാത്രി കഴിക്കാൻ വേണ്ടി അതൊന്നും കുഴപ്പമില്ല. ഞങ്ങള് പിന്നെ ഇത്രയും കറിയൊന്നും കൂട്ടി ചോറ് കഴിക്കാറില്ല. ഞങ്ങളെ മെയിൻ ഐറ്റം ചിക്കൻ ബിരിയാണി അല്ല മറ്റേ കുക്കർ ബിരിയാണി. കുക്കർ ബിരിയാണി ഞങ്ങളുടെ ട്രഡീഷണൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞ പോലെയായി ഇപ്പൊ. കുഞ്ഞാറ്റിക്ക് കളിക്കാനൊരു പാവ് കിട്ടി. അല്ലല്ല ഞങ്ങള് സാംസങ്ങിലാ ഇത്. എങ്ങനെ അതിന് ജീവനുണ്ട്, കൊച്ചിനെ കെട്ടിപ്പിടിച്ചേക്കുക. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ. ഓ ബാഗ് പോലെ അല്ല, ഇനിയിപ്പോ ഒരു ജൂൺ മാസം തൊട്ട് ബാഗ് കൊണ്ടുപോവാം. അപ്പൊ ഇതല്ല ഒറിജിനൽ ബാഗ് തന്നെ കൊണ്ടുപോവാം. അപ്പൊ അങ്ങനെ ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് പോവാണ് കേട്ടോ. ഇതൊക്കെ കുഞ്ഞാറ്റയ്ക്ക് പുതിയൊരു പാവയും കൂടി കിട്ടി. രണ്ട് പിള്ളേര് അതിന് കൂടെ വേറൊരു കൊച്ചു. അപ്പൊ ഡോക്ടർ ഇനി നാട്ടിലേക്ക് എപ്പോഴാ വരുന്നത്? മാർച്ചിലല്ലേ? വയനാട്ടിലേക്കൊക്കെ ഇറങ്ങുമോ? വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് പോവാല്ലേ? അപ്പൊ ഡോക്ടറിന്റെ ചാനൽ എങ്ങനെയാണ്? ചാനലിന്റെ പേര് നോർത്ത് ഈസ്റ്റ് മല്ലു. ആ ഓക്കെ. ടാറ്റ കൊടുക്ക് ഡോക്ടർക്ക്. കുഞ്ഞ ടാറ്റ കൊടുക്ക്. എങ്ങനെ ടാറ്റ കൊടുക്കും? എങ്ങനെ രണ്ടെണ്ണത്തിന് പിടിച്ചിട്ട് എങ്ങനെ ടാറ്റ കൊടുക്കും? അതാണ് പ്രശ്നം. എന്നാ പോട്ടെ. അങ്ങനെ ഞങ്ങള് ഡോക്ടറെ അടുത്ത് ഇങ്ങോട്ട് പോന്നു കേട്ടോ. നല്ല ഡോക്ടർ അല്ലേ? നല്ല ഡോക്ടർ. അതെ, ഡോക്ടറിന്റേതായ അഹങ്കാരങ്ങളില്ല, ഭാവങ്ങളില്ല, ഒന്നുമില്ല. ചേട്ടൻ സാധാരണ കൊറേ നേരം വർത്താനം പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും വിളിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ വരാൻ പറ്റിയില്ല. ഞങ്ങള് കാരണം ഇവിടുന്ന് അങ്ങോട്ട് വെച്ചിലക്കി പോവായിരുന്നു. അപ്പൊ ഈ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡോക്ടറോട് അയ്യോ ആ മാവ് നോക്കാൻ അത് കൊള്ളാലോ, അത് പൂത്ത് നിൽക്കുന്നതാ, ഇല. അയ്യോ അങ്ങനെ പറയരുത്. ഡോക്ടറിനെ എന്നെ വിളിച്ചു ചോദിക്കണേ എനിക്ക് 2 മാസം കഴിയുമ്പോ അതിൽ വല്ലതും മാങ്ങയും പിടിച്ചിട്ടുണ്ടോ? ചിലരൊന്നും പൂത്തോന്ന് വെച്ചിട്ട് പിടിക്കൊന്നുമില്ല. അതില്ല, വീട്ടിലിപ്പോ മൊത്തം പൂത്തിട്ട് ഒരു മാങ്ങ പോലും ഇല്ല. പപ്പ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു. ഒരു മാങ്ങ പോലും ഇല്ല. അതാണ് മൊത്തം പൂക്കും പക്ഷെ പിടിക്കൊന്നുമില്ല. ഇതൊക്കെ ഒരു സ്റ്റൈലിന് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് പോകും. നമുക്കേ ആസാം തേയില വാങ്ങണ്ടേ? ആസാം തേയില വാങ്ങണം. അപ്പൊ നമുക്ക് ഡോക്ടർ കട പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് പോയിട്ട് ഇച്ചിരി ആസാം തേയിലയും കൂടി വാങ്ങാം. ആസാം വരെ വന്നിട്ട് തേയില വാങ്ങാണ്ട് പോവാന്ന് പറഞ്ഞാൽ അതെ, കുറച്ച് ആസാം തേയില വാങ്ങി നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. കുറച്ച് മതി, 5-6 കിലോ. നമ്മൾ 5-6 മാസത്തേക്കുള്ള ഒരു 5-6 കിലോ. 5-6 കിലോ ആകുമ്പോ നമുക്ക് 4-5 വീടാകുമ്പോഴത്തേക്ക് 5-6 കിലോ പെട്ടെന്ന് തീരില്ലേ? അത്രേ ഉള്ളൂ. ഇഡ്ഡലിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇഡ്ഡലി അല്ല, വട്ടയപ്പാണ്. തേങ്ങയും ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഏലക്കൊക്കെ നമ്മുടെ വട്ടയപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്ക്. തേങ്ങ ഇടുന്നു, അരിപ്പൊടി ആക്കിയിട്ട് തേങ്ങ ഇട്ടിട്ട് ശർക്കര ഏലക്ക ഇടും. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇച്ചിരി തേയില മേടിക്കാൻ. അല്ല ഇത് നോക്കി, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്ക്. ഈ പാത്രം കണ്ടോ? പുട്ടുംകുറ്റി അല്ല, അത് വേറൊരു ഷേപ്പിലുള്ള പാത്രം. ഇതിന്റെ ഇവിടെ വെക്കും. അതിപ്പോ ചേച്ചി നമുക്ക് വേണ്ടി ചെയ്ത് കാണിക്കും. പ്രശ്നമില്ല. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് സാധനം. ഇതുണ്ടോ? ഇത്രേ ഉള്ളൂ. വെള്ളം അടിയിൽ ഇങ്ങനെ തിളക്കുക, പെട്ടെന്ന് തന്നെ വീഴുന്നുണ്ട് അല്ലേ? പോയിട്ട് തിരിച്ചു വരുമ്പോ കഴിച്ചു നോക്കാം. എടുത്തിട്ട് വരാം ആദ്യം. ബാ, നമ്മളിപ്പോ മാർക്കറ്റിലെത്തിട്ടോ. അല്ലെ ജസ്റ്റ് ഒരു മാർക്കറ്റും കണ്ട് തേയില മേടിക്കാന്ന് വിചാരിച്ചിങ്ങനെ പോവാ. എന്തറിയാം നിനക്ക് ഇത്ര ഇളക്കാം. ഇന്നലെയാണ് നമ്മൾ ചോർപ്പ് അന്വേഷിച്ചത്, ഇന്നലെ കിട്ടിയില്ല. ഇന്ന് കിട്ടും. ഇന്നിപ്പോ സാധനം ഇഷ്ടം. അല്ല നമ്മളല്ലേലും അങ്ങനെയാണല്ലോ, അതത്രേ ഉള്ളൂ. നമ്മൾ അന്വേഷിക്കുന്ന സാധനം അന്ന് നമ്മുടെ ഒന്നും പിടില്ല. മറ്റേ ചിരാത് അങ്ങനത്തെ ഇതൊക്കെ വെള്ളം കുടിക്കുന്ന പാത്രങ്ങളൊക്കെയാ. ഈ കരിമ്പ് നോക്ക്, ഈ കരിമ്പ് വെള്ളക്കരിമ്പ്. ഇതേ നമ്മുടെ എരിക്കിന്റെ പൂവൊക്കെ, ചെമ്പരത്തി പൂവ്, അത് പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ എവിടെ കടയില്ലേ? ഇത് നമുക്ക് നമ്മുടെ ഡോക്ടർ പറഞ്ഞു തന്നാ കേട്ടോ. ഇവിടെ കയറിയാൽ നമുക്ക്
ആസാം തേയില കിട്ടുന്നത്. ആസാം തേയില മേടിച്ചിട്ട് ആസാം വന്നിട്ട് നിങ്ങൾ ആസാം തേയില മേടിക്കാണ്ട് പോവുകയാണ് ഡോക്ടറിനെ ഇങ്ങോട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് കേറി നോക്കാവേ. എന്തായാലും ഒന്ന് പോയി നോക്കാം എവിടെ കിട്ടാന്ന്. ഇതൊരു മാർക്കറ്റാണ് അല്ലേ? അങ്ങനെ ഞങ്ങൾ തേയില വാങ്ങിട്ടോ. ആസാം തേയില 115 രൂപ ഒരു പാക്കറ്റിന്. ലൂസും ഉണ്ട് കേട്ടോ. ലൂസും ഉണ്ട്. ഇത് കമ്പനി ലൂസിന് 80 രൂപ 1/4 കിലോയ്ക്ക്. 1/4 കിലോയ്ക്ക്. ഇത് 250 ഗ്രാമാ. നമുക്ക് വാങ്ങാം. ഇങ്ങനെ ചേട്ടൻ ഒരു വട്ടയപ്പം വാങ്ങിട്ടോ. വട്ടയപ്പാണോന്ന് അറിയില്ല കേട്ടോ. എന്താടി അതിനങ്ങനെയൊക്കെ ആക്കിയത്? മണം നമ്മുടെ തേങ്ങയും അതിന്റെ ഒക്കെ തന്നെ മണം ഉള്ളൂ. പുട്ടുപൊടിയുടെ മേളിൽ കുറച്ച് തേങ്ങ വെച്ചിട്ട് എന്തോ ശർക്കര ഇട്ടിട്ട്. അതെ നമുക്ക് എന്തായാലും വട്ടയപ്പല്ല. വട്ടയപ്പം നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മേടിച്ചത്. ചേട്ടങ്കല്ലേൽ ഇങ്ങനത്തെ എല്ലാ അടികളും വീക്ക്നെസ് തന്നെയാണല്ലോ. അല്ല ഇത് പിന്നെ ആവിയിൽ വേവിക്കുന്നല്ലേ. ആവിയിൽ വേവിക്കുന്നതിന് ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവത്തില്ല. അതെ അതെ. വരുത്തി കണ്ടോ, കഴിച്ച് ടേസ്റ്റ് പറ ഇനി. അതായത് ഉത്തമ നമ്മുടെ പുട്ട്. അതെ ഞാൻ പറഞ്ഞേ. അതായത് എനിക്ക് ആ പൊടി അവിടെ നനച്ച് വെച്ചേക്കുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പുട്ടിനേക്കാളും കുറച്ചും കൂടി കട്ടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് പൊട്ടാതിരിക്കുന്നത്. ഇതുണ്ടോ നല്ല സോഫ്റ്റാ. പുട്ടുപൊടിയുടെ മേലിൽ കുറച്ച് തേങ്ങയും വെച്ചു, ശർക്കരയും വെച്ചു. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, സംഭവം കൊള്ളാം. ഇത് ശർക്കര ഇട്ടില്ലെങ്കിൽ ഞാനെന്താ കുപ്പി തുടങ്ങിയത് ഭൂതോ? കൊള്ളാല്ലേ പുട്ടില് തേങ്ങയും പഞ്ചസാരയും. ആയിക്കോട്ടെ ആയിക്കോട്ടെ പറയണേ. കേക്കട്ടെ. ശരി മെല്ലെ പറഞ്ഞാൽ വെറുതെയൊന്നുമില്ല കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. 10 രൂപയേ ഉള്ളൂ. നാള് കൂടിയിട്ടല്ലേ ഈ പുട്ടുപൊടി തന്നെ കാണുന്നു. 10 രൂപയേ ഉള്ളൂ. ഒരു കടി, ഒരു വെറൈറ്റി കടി. അവര് ഉണ്ടാക്കുന്ന രീതി കണ്ടോ, ആ പാത്രത്തിന്റെ മേളിൽ, അതായത് ആവിയിൽ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടും കുറ്റി, നമ്മൾ കുറ്റി ഉപയോഗിക്കുന്ന ഒരു കുറ്റി ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്നു. എനിക്ക് ആ പൊടി ഇങ്ങനെ കറക്റ്റ് കണ്ടപ്പോ തന്നെ മനസ്സിലായി പുട്ടുപൊടി. ഞാൻ അതല്ലേ പറഞ്ഞു പുട്ടുപൊടിയാന്ന്. എങ്ങനെയുണ്ട്? ഇന്നെങ്കിലും ഒന്ന് പറയുവോ എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങള് വട്ടയപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. അത് ശരിക്കും പുട്ടുപൊടി കൊണ്ടുള്ള ഒരു അല്ല, ഇത് നമുക്ക് നാട്ടിൽ വേണമെങ്കിൽ ചെന്ന് ട്രൈ ചെയ്യാം. അതെ, ഒരു പുതിയ ടേസ്റ്റ് അല്ലേ, പുതിയൊരു വെറൈറ്റി ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. മധുരത്തിന് മധുരമുണ്ട്, പുട്ടുപൊടിയാണ് താനും, പുട്ടാണ് താനും. അതെ. ശരിക്കും ഇത് ഞാൻ പറയുമ്പോഴേ ഇവരിത് ഉണ്ടാക്കിയിട്ട് ഈ ശർക്കര ഇടാണ്ട് തേങ്ങ ഇതെല്ലാം ഇടുക, ശർക്കര മാത്രം ഒഴിവാക്കിയിട്ടേ ആ കൂടെ ഇച്ചിരി ചിക്കനും കൂട്ടി തിന്ന എങ്ങനെ ഉണ്ടാവും? പുട്ടും കൊണ്ട് പുട്ടുകറി, പുട്ടും ചിക്കൻ കറി അത്രേ ഉള്ളൂ. ഇത് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ചേച്ചി ഉണ്ടാക്കുന്നുണ്ടോ? അവിടുന്ന് വണ്ടി ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാലും കേറിപ്പോ കുഞ്ഞാ. എടേ വിറകൊക്കെ ഉണക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ? ഒരു ഗ്രാമത്തിലെത്തി നമ്മളിപ്പോ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടുക്കി മറ്റേ നമ്മൾ എടുക്കുന്ന പോലെ അല്ല, നമ്മളെടുക്കുന്നതല്ല, ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇവര് വിറകെടുക്കുക. അത് നല്ല ഭംഗിയാ കാണാനായിട്ട്. സൂര്യനൊക്കെ പോയതുകൊണ്ടേ നല്ല സുഖമായി വീഡിയോ എടുക്കാൻ. നമുക്ക് സൂര്യൻ ചേട്ടൻ ഒരു വലിയ ഭീഷണിയാ. അതായത് നമ്മള് ശരിയില്ല, അല്ല നമ്മൾ പുറത്തിറങ്ങിയുള്ള വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ല, ഈ പുൽമൈതാനം കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. വണ്ടി ഇറക്കാൻ പറ്റുമോ? എന്തിനാ? അവിടെ കൂടായിരുന്നു നമുക്ക്. ഇല്ല, അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇല്ല, വഴി വേറെ അല്ലേ? വേറെ വഴി അങ്ങോട്ട് ഗ്രാമത്തിലേക്കുള്ള വെള്ള വഴിയായിരിക്കും. താഴെ കൂടെ ഒരു അരുവി കണ്ടോ? താഴെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. സൂര്യൻ ഭീഷണിയായിട്ട് അപ്പുറത്തെ സൈഡിൽ തന്നെ ഉണ്ട്. ഭീഷണി എന്ന് പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഒരു ദിവസം വീഡിയോ എടുക്കുമ്പോ ജസ്റ്റ് പുള്ളി നിൽക്കുന്ന എവിടെയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പിടിക്കണമെന്നേ ഉള്ളൂ. അതെ, പുള്ളി ഇല്ലെങ്കിലേ പുള്ളി ഇരുട്ടിലായി പോകും നമ്മള്. അതെ, അത് പറയാൻ പാടില്ല. നമുക്ക് എന്താ ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓടുന്നതായതുകൊണ്ട് ഇടയ്ക്ക് ഈ പുള്ളി മുമ്പിലായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പോവാൻ പറയാൻ പറ്റില്ലല്ലോ പുള്ളിയോട്. അതാ ആകെ 5 മണിയായപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ അവിടെ. അതാണ് പ്രശ്നം. കുറച്ചൊന്ന് ഓടാന്ന് വെച്ചാ സമ്മതിക്കൂല, നടക്കൂല. പെട്ടെന്ന് ഇരുട്ടാവും. ഇതിപ്പോ ഒരു 8 മണിയായ പ്രതിനിധി അല്ലേ? സമയം എത്രയെന്നറിയോ? 5:45. 5 മണിയല്ല, 5:45. 5:45 ഇത്രയും ഇരുട്ടൊക്കെ ആവോ? ഇതൊരു കഷ്ടവാ. അതെ, ഇതുണ്ട് കറക്റ്റ് 5:45. വേണ്ട, 5:44. പെട്ടെന്ന് ഇരുട്ടാവുന്നോണ്ടേ
നമുക്ക് കുറച്ചങ്ങ് ഓടുക, ഒരു 100 കിലോമീറ്റർ കൂടെ ഒന്ന് രാത്രിക്ക് അങ്ങോട്ട് ഒരു 8 മണി വരെയൊക്കെ 7 മണി വരെയൊക്കെ നമുക്ക് ഓടാം, സീനില്ല. അത്രയും നേരം ഓടാന്ന് വിചാരിച്ച് നടക്കൂല, ഈ രാത്രി ആയി കഴിഞ്ഞാൽ വലിയ പാടാ. ഇനിയിപ്പൊ പമ്പ് കാണാൻ നിർത്തുക. എന്താ പറഞ്ഞവര്? നിർത്തിക്കോളാൻ വന്നോ? വേണ്ട വേണ്ട. എവിടെയാ നിർത്തണ്ടേ? അപ്പുറത്തെ സൈഡിലേക്ക് വെക്കാം. ആ, ഇവിടെ അവരുടെ വണ്ടി വരുന്നതായിരിക്കും അല്ലേ? മറ്റേ ലോറിയെ ടാങ്കർ വരുന്ന സ്ഥലമാണ്. ഓക്കെ. നമ്മളിങ്ങനെ പമ്പുകൾ നിർത്തപ്പോ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്താ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ഇപ്പുറത്തെ സൈഡിലേക്ക് നിർത്തിക്കോന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. ഇതൊരു ടാങ്കർ വരുന്ന സ്ഥലം തന്നെയാണല്ലോ അല്ലേ? നമുക്ക് ഇച്ചിരി താഴേക്ക് ആക്കിയിട്ട് ഇങ്ങനെ നിർത്താം, ഇവിടെ നിർത്താം. അപ്പൊ വലിയ കുഴപ്പമില്ല. പൂക്കളെല്ലാം എടുത്തോണ്ടില്ലേ ഇപ്പൊ? സീസൺ അല്ലേ, നല്ല വലിപ്പമുള്ള പൂക്കൾ. പൊക്കോളൂല്ലേ? ഓ, ഇത്തിരി ബേക്കിലേക്ക് വെച്ചോ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ടീം കിടന്നുറങ്ങുന്നുണ്ടോ? നല്ല ഉറക്കാട്ടോ. ഡോക്ടറിന്റെ അടുത്ത് ഒരു ചെറിയൊരു പാവക്കുട്ടീനെ കൂടി കിട്ടി, അപ്പൊ അതും കൂടി കെട്ടിപ്പിടിച്ചിട്ടുള്ള ഉറക്കമാണ്. അപ്പൊ ഇങ്ങനെ ബൊമ്മ അതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അതെ, അതൊക്കെ മതി. അതിനെയും കിട്ടും. എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല, അതിനെ കെട്ടിപ്പിടിക്കുന്ന എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോളം വരെ ബൈ.